ഇന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസം ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തു പോവാണേ. ഇങ്ങനെ പച്ചക്കറികൾ നോക്കിയെടുക്കാനൊന്നും എനിക്കറിയില്ല, എന്നാലും ഇതാണല്ലോ ഇതിൻ്റെ ഒരു ഇത്. അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഒരു ചായയും കുടിച്ച് ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് പോയേ. കെറ്റിൽ ഞാനൊരു സോയാബീൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണേ. അങ്ങനെ കറക്റ്റ് ഫ്രൈഡ് റൈസ് ഒന്നും അല്ല, ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ്. ഒരു വർഷം മുമ്പ് വരെ എനിക്ക് ഈ സോയാബീൻ കേൾക്കുന്നതിന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇവിടെ ഹോസ്റ്റലിൽ വന്നതിന് ശേഷം ഇപ്പോൾ സോയാബീൻ എത്ര കിട്ടിയാലും കഴിക്കും. സോയാബീൻ മാത്രമല്ല, വായി വെക്കാൻ കൊള്ളാവുന്ന എന്ത് കിട്ടിയാലും കഴിക്കും. ആദ്യം നമ്മൾ കെറ്റിൽ കുറച്ച് വെള്ളം ചൂടാക്കി അതിനകത്ത് ആവശ്യമുള്ള സോയാബീനും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ല പച്ചവെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. സോയാബീൻ നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമുക്കൊരു കെറ്റിൽ കുറച്ച് എണ്ണ ചൂടാക്കി അതിനകത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, സവാള, പച്ചമുളക്, തക്കാളി ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള വെന്ത് കഴിയുമ്പം അതിനകത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കറി മസാലപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് വേവിച്ച് വെച്ച സോയാബീൻ ഇട്ട് പിന്നെയും കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. സോയാബീൻ വേണമെങ്കിൽ നമുക്ക് ഇനി നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ഇത്രയാക്കിയിട്ട് അതിനകത്ത് മെസ്സിന്ന് എടുത്തുകൊണ്ട് വന്ന കുറച്ച് ചോറും പിന്നെ അതിൽ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു. അങ്ങനെ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ തോന്നിയാൽ ഇങ്ങനെ പെട്ടെന്നുണ്ടായി കഴിക്കാം.